റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഓഫ് ദ അവർ. എലപ്പുള്ളിയിൽ ആ ബ്രൂവറി വരാൻ ആരാണ് കാരണക്കാർ? ആ ബ്രൂവറി എന്ന് പറയുന്നത് സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുന്ന കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് പോകുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ബിഗ് ബ്രേക്കിംഗ്. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ നടന്നതെന്ത്? ബ്രൂവറി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒയാസിസ് പ്ലാന്റിന് പ്രാഥമിക അനുമതി നൽകിയ യോഗത്തിന്റെ മിനിറ്റ്സ് റിപ്പോർട്ടർ ഇതാ പുറത്തുവിടുകയാണ്. യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പങ്കെടുത്തു. പദ്ധതിയുടെ പൂർണ്ണ രൂപം മിനിറ്റ്സിൽ വ്യക്തമാണ്. അതായത് ചർച്ചകൾ നടന്നു എന്ന് ചുരുക്കം. എഥനോൾ, ENA, IMF ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി യൂണിറ്റ് എന്നിവ ആരംഭിക്കുമെന്നാണ് മിനിറ്റ്സിൽ പറയുന്നത്. എക്സ്ക്ലൂസീവായി ഈ വാർത്തയുമായി ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ ചേരുന്നു ഞങ്ങളുടെ മലബാർ റീജിയൻ ഹെഡ് VS രഞ്ജിത്ത്. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. ബ്രൂവറിയിലെ കള്ളക്കളി, അന്ന് നടന്ന യോഗമെന്നത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടോ എന്ന കേവലം ഒറ്റവരി ചോദ്യമായിരുന്നില്ല, ദീർഘമായ ചർച്ചയായിരുന്നു. അജണ്ടയിലെ വിഷയമടക്കം വ്യക്തമാക്കി കത്ത് നൽകി വിളിപ്പിച്ച് ചർച്ച ചെയ്തതാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ മിനിറ്റ്സ്? രഞ്ജിത്ത്. തീർച്ചയായിട്ടും സുജയ, ഇന്ന് നമ്മൾ പുറത്തുവിട്ട രണ്ടു രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്നും അവ പറയുന്നത് അസത്യമാണോ എന്ന് തെളിയിക്കുന്ന രണ്ട് ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന്, സെക്രട്ടറിയെ KSIDC ക്ഷണിച്ച കത്തായിരുന്നു. ആ കത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി അവിടെ ഒരു മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ ഡിസ്കഷൻ നടക്കുന്നു, അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. അതും ഏകദേശം 10 ദിവസം മുമ്പ് കത്ത് കൊടുത്തിരുന്നു. ആ 10 ദിവസവും ഇതൊന്നും പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതൊരു കള്ളമാവാൻ മാത്രമേ സാധ്യമുള്ളൂ. കാരണം സാധാരണഗതിയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അക്കാര്യം പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കേണ്ടതാണ്. ഇവിടെ അറിയിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ഇനി പഞ്ചായത്ത് സെക്രട്ടറി പറയുകയാണ് മറ്റു കാര്യങ്ങളൊന്നും വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയ വിവരം എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആ മിനിറ്റ്സിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഒയാസിസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എത്തനോളിന്റെ പ്രൊഡക്ഷനാണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന, ENA പ്രൊഡക്ഷനാണ്, അവിടെ ബ്ലൂവറി തുടങ്ങുന്നുണ്ട്, അവിടെ മൾട്ടയുടെ ഉൽപ്പാദനമുണ്ട്. ഇത്തരത്തിലുള്ള അവിടെ എന്താണോ ഒരു സമഗ്രമായ പദ്ധതി വരാൻ പോകുന്നത് ആ പദ്ധതിയെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു യോഗമാണ് പ്രാഥമികമായി KSIDC നടത്തിയത്. അതായത് ഏകജാലക ബോർഡിന് കീഴിൽ നടന്നിട്ടുള്ളത്. അതിന്റെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട മിനിറ്റ്സിൽ കൃത്യമായി പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ. മാത്രവുമല്ല അവിടെ ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് RDDക്ക് ചില നിർദ്ദേശങ്ങളും ആ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബ്രൂവറി തുടങ്ങുന്നത് സംബന്ധിച്ച്, അതായത് മന്ത്രിസഭാ തീരുമാനമായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ്, മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് എന്നത് എലപ്പുള്ളി പഞ്ചായത്തിന് ഇനി പറയാൻ കഴിയുമോ? കാരണം ആ പഞ്ചായത്തിന് സെക്രട്ടറി പങ്കെടുത്ത യോഗമാണ്. ആ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിപ്പിച്ച ആ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശമടക്കം നമ്മൾ ഇന്ന് പുറത്തുവിട്ടു ആദ്യഘട്ടത്തിൽ. ഇപ്പോഴിതാ ആ യോഗത്തിൽ ചർച്ചയായത്, അജണ്ടയാക്കിക്കൊണ്ട് ചർച്ചയായത് എന്താണ് എന്നതും പുറത്തു വരുമ്പോൾ മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കള്ളക്കളികളല്ല, കൃത്യമായി പഞ്ചായത്തിനെ കൂടി അറിയിച്ചു ുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയല്ലേ? ഇനിയിപ്പോൾ പ്രതിഷേധത്തിന്റെ മുനയൊടിയില്ലേ ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത്? തീർച്ചയായിട്ടും പഞ്ചായത്ത് മാത്രമല്ല ജില്ലാ ഭരണകൂടത്തെയും അറിയിച്ചിരുന്നു. കൃത്യമായി ജില്ലാ കളക്ടർക്കും RDDക്കും നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ ഭരണകൂടം അറിഞ്ഞുകൊണ്ട്, RDD അറിഞ്ഞുകൊണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞുകൊണ്ട്, പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നീക്കം തന്നെയാണ്. അത് കൃത്യം 1 വർഷം മുമ്പ് കത്ത് കൊടുക്കുകയും 1 വർഷം മുമ്പ് ഡിസ്കഷൻസ് നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഫെബ്രുവരി 26-ാം തീയതി, അതായത് 2024 ഫെബ്രുവരി 26-ന്റെ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ മിനിറ്റ്സിലാണ് പറയുന്നത്. അപ്പോൾ 1 വർഷം മുമ്പ് ജില്ലാ ഭരണകൂടത്തിന് പഞ്ചായത്ത് സെക്രട്ടറിക്കും ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ഇല്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറയുകയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്ത് കാണില്ല, അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറയുകയാണ്. യോഗത്തിൽ ഇപ്പോൾ രഞ്ജിത്ത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ വലിയ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ സെന്ററുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കത്ത് അയച്ചിരുന്നു എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി പുറത്തേക്ക് വരികയാണ്. അതേസമയം റിസീവർ എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻബോക്സിന്റെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇമെയിലായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നത് ഫെബ്രുവരി മാസം 22-ാം തീയതി 2024 ഫെബ്രുവരി 22-ാം തീയതി രാവിലെ 10:32 കൃത്യമായി ഈ യോഗത്തിൽ പങ്കെടുക്കണം. 26-ാം തീയതി രാവിലെ 10:30 യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അടക്കം കിട്ടിയിട്ടുണ്ട്. അത് KSIDCയിൽ നിന്നാണ്. അത് എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറി സ്ഥിരീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു 26-ാം തീയതി താൻ അവധി
ഡൽഹിയിലായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പകരം യോഗത്തിൽ പങ്കെടുത്തത്. ബ്രൂവറി ഡിസ്റ്റിലറി എന്നൊന്നും കത്തിലുണ്ടായിരുന്നില്ല എന്നാക്കി ഇപ്പോൾ ആ ന്യായം മാറ്റിയിരിക്കുകയാണ് രഞ്ജിത്ത്. ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം അതാണ്. ഒയാസിസ് എന്ന കമ്പനിയെക്കുറിച്ച് സെക്രട്ടറി ഇതുവരെ തന്നോട് പറഞ്ഞിരുന്നില്ല, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് വരെ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവർത്തിക്കുമ്പോൾ ഇക്കാര്യം താൻ അറിഞ്ഞിരുന്നു, എന്നാൽ അതിൽ ബ്രൂവറി ഡിസ്റ്റിലറി ഇതൊന്നും കത്തിലുണ്ടായിരുന്നില്ല എന്ന മറ്റൊരു ന്യായത്തിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറി മാറുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഫെബ്രുവരി മാസം 22-ാം തീയതി ഈ ക്ഷണിച്ചുകൊണ്ടുള്ള ഇമെയിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്നു. അതനുസരിച്ച് 26-ാം തീയതി നടന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നതും വ്യക്തമാകുന്നു. ലിജു ജോൺ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്നാണ്, ലിജു@KSIDC എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് കത്ത് വന്നു. യോഗ വിവരം കത്തിലുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ നടപടി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഭരണസമിതിയെ അറിയിച്ചത് എന്ന ന്യായം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഇക്ബാലിലേക്ക് പോകണം. ഇക്ബാൽ തയ്യാറാകുമ്പോൾ രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇത് റിസീവർ തന്നെ സമ്മതിക്കുന്നു, ഈ ഇമെയിൽ സന്ദേശം ലഭിച്ചു, അത് പഞ്ചായത്തിനെ അറിയിക്കേണ്ടതായി തോന്നിയില്ലത്രേ. എന്ത് വിചിത്രമാണ് ന്യായം രഞ്ജിത്ത്? ഇതിൽ സാധാരണഗതിയിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ച് അതവിടെ മിനിറ്റ്സ് ആക്കി വെക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തെങ്കിൽ കൂടി അസിസ്റ്റന്റ് സെക്രട്ടറി ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ സെക്രട്ടറി അറിയിക്കണം. സെക്രട്ടറി അക്കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കണം. ഇനി ബ്ലൂവറി ഡിസ്റ്റിലറി ഒന്നൊന്നും ക്ഷണക്കത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ക്ഷണക്കത്തിന് പകരം ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന മിനിറ്റ്സിൽ അത് കൃത്യമായിട്ടുണ്ട്. മിനിറ്റ്സിൽ ഒരു കാര്യം രേഖപ്പെടുത്തണമെങ്കിൽ അക്കാര്യം യോഗത്തിൽ ചർച്ചയായിരിക്കണം. യോഗത്തിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യം മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ബോർഡിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും വീഴ്ചയാണ്. ഇപ്പൊ ചീഫ് സെക്രട്ടറിയാണ് അതിൽ മറുപടി പറയേണ്ടത്. യോഗത്തിൽ ചർച്ചയായ വിവരങ്ങൾ മാത്രമായിരിക്കും അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മിനിറ്റ്സിൽ പറയുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അറിഞ്ഞിരിക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറി അക്കാര്യം സെക്രട്ടറി അറിയിച്ചിരിക്കണം. സെക്രട്ടറി അക്കാര്യം പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിക്കേണ്ടതാണ്. അങ്ങനെ അറിയിച്ചിട്ടില്ല എങ്കിൽ ഗുരുതരമായ വീഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നുള്ളതാണ്. ആ മിനിറ്റ്സിൽ പറയുന്ന പ്രകാരം ബ്ലൂവറി അടക്കമുള്ള എല്ലാ പ്ലാനുകളെ കുറിച്ചും കൃത്യമായി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന രഞ്ജിത്ത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ആ മിനിറ്റ്സ് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാനൊന്ന് വായിക്കാം. ഒയാസിസ് എന്താണ് കമ്പനി എന്നതടക്കം ആ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2006 മാർച്ച് 1-ാം തീയതി രൂപീകരിച്ച ഗ്രൂപ്പ് കമ്പനിയാണ് അണ്ടർ ഒയാസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിച്ച് ഇസ് എ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഗ്രൂപ്പ് വിത്ത് ഇൻട്രസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസ്റ്റിലറീസ്, എഥനോൾ പ്രൊഡക്ഷൻ, റീറ്റെയിലിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. എന്നിട്ടാണ് ഡിസ്റ്റിലറി തുടങ്ങാനാണ് ഈ ഒയാസിസ് വരുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലേ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ കൈമലർത്തുന്നത്. ആ വാദം നിൽക്കില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേത്, ഈ യോഗത്തിൽ കൃത്യമായി മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ അഥവാ ENA 500 KLPD, ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, ഒപ്പം മാൾട്ട് യൂണിറ്റ്, വൈനറി ഓർ ബ്രാൻഡി യൂണിറ്റ് ഇതെല്ലാം എലപ്പുള്ളിയിൽ സ്ഥാപിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാദമായ കഞ്ചിക്കോടൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന രണ്ടാമത്തെ വാദവും നിൽക്കില്ല എന്ന് ചുരുക്കം. ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തത് RDOയ്ക്കാണ്. ആ RDOയുടേത് ടോപ്പ് പ്രയോറിറ്റിയിൽ അക്കാര്യങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ നടപടികൾ നീക്കുക എന്ന നിർദ്ദേശമടക്കം കൊടുത്ത് അവസാനിച്ച ഒരു യോഗമായിരുന്നു 2024 ഫെബ്രുവരി മാസം 26-ാം തീയതി നടന്നതും. അതിൽ എലപ്പുള്ളി പഞ്ചായത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തതും എന്നത് ഇതോടുകൂടി വ്യക്തമാവുകയല്ലേ? ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്, ഈ മിനിറ്റ്സിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട എക്സ്ട്രാക്റ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ വിശദമായ മിനിറ്റ്സ് കൂടി പരിശോധിച്ചാൽ എന്താണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അവിടെ പറഞ്ഞത് എന്ന കാര്യം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് വിശദമായൊരു മിനിറ്റ്സ് ഉണ്ടാവുമായിരിക്കാം. ആ വിശദമായ മിനിറ്റ്സിൽ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതിന്റെ തീരുമാനങ്ങൾ അടങ്ങുന്ന മിനിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ തീരുമാനങ്ങൾ അടങ്ങിയ മിനിറ്റ്സിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. ഇനി അറിയേണ്ടത് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ത് ആണ് അവിടെ മറുപടി കൊടുത്തതെന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിന്റെ വാദം നിലനിൽക്കുമോ എന്നുള്ള കാര്യം കൂടുതൽ രഞ്ജിത്ത് തുടരുക. ഇക്ബാൽ അറക്കൽ, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ ഇമെയിൽ ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചിരിക്കുന്നത് KSIDCയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അയച്ചതായിരിക്കാം. ലിജു അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഇത് അയക്കില്ലല്ലോ. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച് നാട്ടുകാർക്ക് വല്ല പരാതിയുമുണ്ടോ എന്ന് മാത്രം ചോദിച്ചു എന്ന പഞ്ചായത്ത് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ് ഇക്ബാൽ? അതേക്കുറിച്ച് എന്താണ് പറയാനുള്ള മറുപടി പഞ്ചായത്ത് സെക്രട്ടറിക്ക്?
സുജയ്, അതായത് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കുന്നത് 14/2/2024 എന്ന ഡേറ്റ് ഇട്ടിട്ടുള്ള ഈ ക്ഷണക്കത്ത് അത് തൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നത് 22/2/24 അതായത് യോഗം നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് മാത്രമാണ്. അതിൽ കൃത്യമായി തന്നെ ബ്രൂവറി ആണോ അല്ലെങ്കിൽ ഡിസ്റ്റിലറി ആണോ എന്ന സംബന്ധിച്ചിലുള്ള വിവരങ്ങളും ഒന്നും ആ കത്തിൽ ഉണ്ടായിരുന്നില്ല. ഒയാസിസ് കമ്പനിയുടെ ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ENA ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന രീതിയിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ തന്നെ മെയിലിൽ അല്ലെങ്കിൽ തന്റെ രേഖകൾ പരിശോധിച്ചു നിന്ന് അതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് അസുഖം മൂലം അവധിയിലായിരുന്നു. കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗമായതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് താൻ അവധിയിൽ പോകുകയും ചെയ്തത്. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത KSCDC-യുമായി ബന്ധപ്പെട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല KSCDC-ന്റെ ഔദ്യോഗിക മെയിലിൽ നിന്നല്ല ഈ ഇത്തരത്തിലുള്ള ക്ഷണക്കത്ത് ലഭിച്ചിട്ടുള്ളത്. ലിജു ജോൺ KSCDC എന്ന രീതിയിലുള്ള ഒരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇമെയിൽ സന്ദേശമായി ഈ ക്ഷണക്കത്ത് വന്നതെന്നാണ് ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിലെ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പരാതികൾ കൃത്യമായി തന്നെ തന്റെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തതാണ് സെക്രട്ടറി എന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് KSIDC-യിൽ നിന്ന് കത്ത് ലഭിച്ചത്, അതായത് ഇമെയിലിലേക്ക് ഇൻബോക്സിലേക്ക് വന്നത് 22-ാം തീയതിയാണ്. യോഗ ദിവസം അവധിയിലായതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തു. അവധി വിവരം KSIDC അധികൃതരെ അറിയിച്ചു. ബ്രൂവറി, ഡിസ്റ്റിലറി എന്നിവ ആദ്യം വന്ന ഇമെയിലിൽ ഉണ്ടായിരുന്നില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറയുമ്പോൾ രണ്ടാമത് നടന്നത് ആ യോഗമാണ്. ആ യോഗത്തിൽ ചർച്ചയായത് മൾട്ടി ഫീഡ് യൂണിറ്റിനെ കുറിച്ചാണ്. അതിൽ ബ്രൂവറിയും വൈനറിയും ഡിസ്റ്റിലറിയും എല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിശദമായ ആ നോട്ട് കൂടി പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും രഞ്ജിത്ത്, നമുക്ക് ഈ വിഷയം നമ്മൾ സമപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ രേഖകൾ പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ വാദത്തിന് കൂടുതൽ ശക്തി കിട്ടുകയും പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ പ്രതിരോധം ദുർബലമാവുകയുമല്ലേ? കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് BJP ആരോപണവും ഒരു ഭാഗത്ത് നിൽക്കുകയല്ലേ രഞ്ജിത്ത്? സുജയ്, തീർച്ചയായിട്ടും ജനവികാരം എതിരാവുമ്പോൾ, കർഷകരുടെ വികാരം എതിരാവുമ്പോൾ തടി തപ്പാൻ വേണ്ടി പഞ്ചായത്ത് പറഞ്ഞ ന്യായങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളത്. കാരണം രേഖകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുമായി കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ KSIDC-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകജാലക ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് കൈമലർത്തുന്നു എന്നുള്ളതാണ്, അതിന്റെ രാഷ്ട്രീയമാണ് ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ രഞ്ജിത്ത്, ഇതിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ. MP രാജേഷ് മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ ഇനി പ്രതികരിക്കാൻ പോകുന്നത് എന്താ? പ്രത്യേകിച്ചും രേഖകൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? പ്രതിപക്ഷത്തിന്റെ വലിയൊരു സമര പരിപാടി കണ്ണൂരിൽ നടക്കാനിരിക്കുന്നു. അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവിനടക്കം ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഈ വലിയ വാർത്തയാണ് റിപ്പോർട്ടർ ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പദ്ധതിയുടെ പൂർണ്ണരൂപം പഞ്ചായത്ത് അറിഞ്ഞിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്തും ഒപ്പം പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കലുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ഗുഡ് ഈവനിംഗ്.